നമസ്കാരം. നാഗാലാൻഡിലെ ദീമാപൂരിലാണുള്ളത്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ഇന്ന് ആസാമിലെ ഗുവാഹത്തിയിലേക്ക് ഒരു യാത്ര പോവുകയാണ്. ഈ സംസ്ഥാനത്തിന്റെ പേരിലുള്ള നാഗാലാൻഡ് എക്സ്പ്രസിലാണ് ഞങ്ങൾ ഇന്ന് യാത്ര ചെയ്യുന്നത്. സമയം 4:30 കഴിഞ്ഞതേ ഉള്ളൂ. ഇപ്പൊ തന്നെ ഇരുട്ട് വന്നു തുടങ്ങും. അതുപോലെ തന്നെ നാഗാലാൻഡിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനാണ് ദീമാപൂര്. ഇപ്പൊ തന്നെ നല്ല ചെറിയ തണുപ്പും കൂടെ വന്നു തുടങ്ങിയല്ലേ? വന്നു തുടങ്ങി. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഡ്രസ്സൊക്കെ എടുത്തിട്ടത്. നമ്മൾ ട്രെയിൻ രാത്രി മാത്രമേ ഉള്ളൂ. ഇനിയിപ്പം നമ്മൾ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ നമ്മൾ നടന്നിട്ട് ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അതായത് നാഗാലാൻഡിലത്തെ ഒരു ഫാമിലി ഉണ്ട്, നമുക്ക് കാണാൻ വേണ്ടി നമ്മുടെ വീഡിയോ കാണുന്നതാണ്. ഈ നടന്നു പോകുന്ന ഈ വഴിയില്ലേ, ഇവിടെയൊക്കെ നല്ല പൊടിയാണ്. ഒരു 600 മീറ്ററും കൂടെ നടന്നു പോകാനുണ്ട് അവരുടെ ആ ഒരു വീടുള്ള ഭാഗത്തേക്ക്. നമ്മളങ്ങനെ നടന്ന് ഇവിടം വരെ എത്തിയിട്ടുണ്ട്. ഒരു ബ്രോയനെ പരിചയപ്പെടാം. പേര് പറഞ്ഞോ? എഡ്രിയൽ. ഇവിടെ തന്നെയല്ലേ താമസിക്കുന്നത്? നാട്ടിലും അപ്പം ഇവരെ വീടൊക്കെ ദീമാപൂർ തന്നെയാണ് വരുന്നത്. നമുക്ക് അങ്ങോട്ടൊക്കെ പോവാം. അപ്പം നമുക്ക് ഇവിടെ എന്താ പറയാ, ആദ്യം അങ്ങോട്ട് പോകുന്നു ഇവിടെ കാണാൻ വേണ്ടിട്ട്. അതായത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സൂപ്പർ മാർക്കറ്റ് ഒക്കെ പോയില്ലേ, അതുപോലെ തന്നെ ഇവിടെ എന്താ പറയാ ന്യൂ മാർക്കറ്റ് ഉണ്ട്. ഇവിടെ ഈ ഇതൊക്കെ ഉണ്ടോ? പട്ടി ഇറച്ചിയൊക്കെ ഉണ്ടോ? പട്ടി ഇവിടെ ഇല്ല. ഇവിടെ ഈ പട്ടിയിറച്ചി മറ്റേ സൂപ്പർ മാർക്കറ്റിൽ മാത്രമല്ല. ഞങ്ങളവിടെ പോയി കണ്ടപ്പോ എന്താ പോലെ, കാരണം ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ ഞാൻ ചോദിക്കുന്നുണ്ടെന്ന് വിചാരിക്കണ്ട, നിങ്ങൾ പട്ടിയിറച്ചി കഴിക്കാറുണ്ടല്ലോ? പട്ടിയിറച്ചി ഒരു പ്രാവശ്യം ഒരാളെ അറിയാതെ ഞങ്ങളെ കൊണ്ട് മീറ്റാന്ന് പറഞ്ഞില്ല, പറയാതെ ഞങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്തു. എന്നിട്ട് ടേസ്റ്റ് ചെയ്ത ശേഷം ഇത് അറിഞ്ഞ ശേഷം എന്തായിരുന്നു? അറിഞ്ഞ ശേഷം ഒരു പെട്ടെന്നുള്ള ഒരു പേടി തോന്നി. അല്ലാതെ പക്ഷെ കഴിക്കുമ്പോൾ ടേസ്റ്റ് വരുന്ന ഒരു വ്യത്യാസമില്ല നോർമൽ ചിക്കനും. അതെ അല്ലേ? ശരിക്കും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞില്ലേ, അതായത് നമ്മൾ ഇവിടുന്ന് ഏതെങ്കിലും ലോക്കലായിട്ട് ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന സമയത്ത്, അതായത് ചിക്കൻ എന്ന് തെറ്റിദ്ധരിച്ച് ചില സമയത്ത് നമുക്ക് എന്താ പറയുക ഡോഗ് മീറ്റ് കഴിക്കുമല്ലോ, അതാണ് പറഞ്ഞത് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന്. അപ്പൊ നമുക്ക് ഇനി പോവാല്ലേ? നാഗാലാൻഡിലെ പ്രധാനപ്പെട്ട മാർക്കറ്റുകളിൽ ഒന്നാണിത്, ന്യൂ മാർക്കറ്റ്. ഇവിടെ നമുക്ക് മീറ്റൊക്കെ കിട്ടും, പക്ഷെ ഇവിടെ പട്ടിയിറച്ചി കിട്ടൂല. ബാക്കിയൊക്കെ നമുക്ക് വാങ്ങിച്ചിട്ട് പോവാം. ഷോപ്പിംഗ് ചെയ്യേണ്ട കടകൾ തന്നെയാണ് മുഴുവനായിട്ടുള്ളത്. ചെരുപ്പ്, പിന്നെ ബാക്കി പലചരക്ക് എല്ലാം ഉണ്ട്. ഇവിടെ നടന്ന് പോകാനുള്ള ഒരു സ്ഥലം കൂടി ഉണ്ട്. ഇതാ ഈവനിങ് ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കും ഉണ്ട്. ഞങ്ങളിപ്പോൾ ഇവിടുന്ന് നടന്നിട്ട് ഫിഷ് മാർക്കറ്റിന്റെ ഭാഗത്ത് തിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള മീനുകളാന്നൊക്കെ നോക്കണ്ടേ അല്ലേ? അതുപോലെ തന്നെ വരുന്ന വഴിക്ക് പുഴു ഇല്ലേ, അതായത് ചെറുതായിട്ട് അതിന്റെ പേര് പറഞ്ഞെന്താ? അതുപോലെ തന്നെ ബ്രോ തവളയുടെ ഇറച്ചിയൊക്കെ കഴിച്ചിട്ടുണ്ടല്ലോ, എങ്ങനെ ടേസ്റ്റ്? തവളയുടെ ഇറച്ചി ശരിക്കും പറഞ്ഞാൽ അങ്ങനെ നമ്മൾ ഞണ്ടൊക്കെ കഴിക്കില്ല, അതിന്റെ അകത്തുള്ള ഫ്ലഷ് ഇല്ല, അതുപോലത്തെയൊക്കെയാണ് ടേസ്റ്റ്. ഇത് ഈ തവളയുടെ ഇറച്ചി പറയുന്ന സൂപ്പിന് വേണ്ടിയിട്ട് സൂപ്പ് അല്ലേ? ആ, തവളയുടെ നമ്മുടെ ഈ ആയുർവേദത്തിലൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ അത് തന്നെ. അപ്പൊ നമുക്ക് ആ ഫിഷ് മാർക്കറ്റ് അങ്ങോട്ട് പോകാം. വെറൈറ്റി മീനുകളൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കണ്ടേ? ഇതാണ് ഇവിടുത്തെ ഫിഷ് മാർക്കറ്റ്. പല പല ടൈപ്പ് മീൻസ് ഒക്കെ ഉണ്ട്. കൂടുതൽ പുഴമീനാണ് കേട്ടോ ഇവിടെ. പുഴമീനാണല്ലേ? ഇതെന്താണ് ഇത്? പാമ്പിനെ പോലെ കാണുന്നുണ്ട്. കാണുമ്പോൾ തന്നെ പേടിയാവുന്നില്ലേ? മഗൂർ മാസം അതിന്റെ പേര്. പുഴമീനാണ്. ഓരോന്നിനും ഓരോരോ വെറൈറ്റി ടേസ്റ്റുകളാണ്. ഇതെല്ലാം ജീവനോടെയുള്ളതാണ് കേട്ടോ. നല്ല തിരക്കുണ്ട് ഇവിടെ. ഇത് വലിയ വലിയ ടൈപ്പ് ഇതാ. അപ്പൊ തന്നെ ഇവര് ഇവിടുന്ന് വെട്ടി ഫ്രഷ് ആക്കി തന്നെ നമുക്ക് പാക്ക് ചെയ്ത് തരും. ജീവനോടെയുള്ള നല്ല ഫ്രഷ് പുഴു കണ്ടതാ. എത്ര ഉണ്ടെന്നറിയോ? സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഇതിനെ കണ്ടായിരുന്നു. ഇതിന്റെ പേരെന്താ? ഇതിന്റെ പേര് ഇവിടെ സിൽക്കോമ. ഇത് ഷുഗർ പേഷ്യൻസിന് വേണ്ടി കഴിക്കുന്ന. ഓ, അങ്ങനെ ഉണ്ടല്ലേ? ഒരു പ്രത്യേക വിഭാഗത്തിന് കഴിക്കാൻ പറ്റിയ പുഴുവൊക്കെ ഉണ്ട്.
നമ്മള് ഇവിടെ പീപ്പിൾ ഇല്ലേ അവർക്ക് ഏറ്റവും കൂടുതൽ ഇവര് ആനിമൽസ് ആണ് കഴിക്കുന്നത്. പിന്നെ മെഡിസിൻസ് ഒന്നും അങ്ങനെ ഉപയോഗിക്കാറില്ല. മെഡിസിൻ കോവിഡിന്റെ സമയത്താണെങ്കിലും ഭയങ്കര റേറ്റ് കുറവാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തവളയുടെ എല്ലാം പറഞ്ഞില്ലേ, നമ്മൾക്ക് ഈ ഒരു മീറ്റൊക്കെ കാണുന്ന സമയത്ത്, ജീവികളൊക്കെ കാണുന്ന സമയത്ത് എനിക്ക് തോന്നും, പക്ഷെ ഇതൊക്കെ എന്താ പറയാ, നല്ലതാണ് ആരോഗ്യത്തിന്. തിരക്കേറിയ ഒരു ജംഗ്ഷനിലെത്തിരിക്കുകയാണ്. ഈ നാഗാലാൻഡില് ദീമാപൂർ സൈഡിലൊക്കെ ഒരുപാട് കോളനികളുണ്ട്. അപ്പോൾ അവിടത്തേക്കൊക്കെ കയറി പോകുമ്പോൾ ഇതുപോലുള്ള ഒരു കവാടമുണ്ട്. ഇതിപ്പോൾ ഒരു ഇവിടെയുള്ള ഒരു കോളനിയാണ്. ഇതേ ഇവിടെ ഈ കൂട്ടിൻ്റെ അകത്തൊരു പന്നിയുണ്ട്. ഇവർ കൂടുതലായിട്ട് ഇവിടുന്നുണ്ടല്ലോ പന്നി കഴിക്കും ഈ ഒരു നാഗാലാൻഡ് സ്വദേശികൾ. കണ്ട ഇവിടെ ഒന്നുണ്ട്, ഒന്ന് ഈ ഭാഗത്തും കൂടെ ഉണ്ട്. അവിടെ 3 എണ്ണം ഉണ്ട് തോന്നല്ലേ, 2 എണ്ണം ഉണ്ട് തോന്നുന്നു. അവിടെ ഒരു ചെറിയ പന്നിയുണ്ട് അങ്ങ് അവിടെ. ഇത് കുറച്ച് വലിയൊരു ടൈപ്പ് സാധനം. ഇതാ ഞങ്ങളിവിടെ വീട്ടിലെത്തിയിരിക്കുകയാണേ. ഇതാ ഇവിടെ ഒരുപാട് ഡിഷൊക്കെ ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് പറഞ്ഞോ? ഇത് ഗാലോ എന്ന് പറഞ്ഞ സംഭവമാണ്. നാഗാലാൻഡിലെ ഒരു ഡിഷാണ്. ഇത് നാഗാലാൻഡില് 22 ട്രൈബ്സ് അല്ലേ? അപ്പൊ 22 ട്രൈബ്സില് ഇത് സെലിയങ് ട്രൈബിന്റെ ഗാലോ. പല ജാതികൾക്ക് പല ടേസ്റ്റും പല ഇൻഗ്രീഡിയൻസ് ആണ്. പിന്നെ ഇത് ഔട്ട് ട്രൈബിന്റെ പോർക്കാണ്. നാഗാലാൻഡിലെ ഒരു പോർക്കാണ്. അമ്മയുടെ ഉണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ ബോയിലാണ്. ഇത് ബോയിൽ എന്ന് പറയും, ക്യാബേജ് ഒക്കെ ഇട്ട്. ഇതൊക്കെ നാഗാലാൻഡ് ടൈപ്പ് സാധനങ്ങളാണ് കേട്ടോ. നമ്മുടെ നാട്ടിലത്തെ പോലത്തെ ഒരു കറിയല്ല ഇത്, അതായത് പന്നിക്കറി അല്ല ഇത്. ഇതൊക്കെ ടേസ്റ്റ് ചെയ്യണം. ആദ്യമായിട്ട് നവീൻ അത് ടേസ്റ്റ് ചെയ്തോ? കണ്ടിട്ട് പെട്ടെന്ന് സൂപ്പ് പോലെ കുഴപ്പമില്ല, കഞ്ഞി ആ ഒരു ഇതില്. ഇവിടെ വേറൊരു ഡിഷ് കൂടി ഉണ്ട്. ഇതെന്താ ഇത്? ഇത് ചന്ന മിക്സ് എന്നാണ് പറയുന്നത്, റംപം മിക്സ്. പിന്നെ അതുള്ള ഉപയോഗിച്ചിരിക്കുന്ന ഈ ഭുജിയ പോലത്തെ ഒരു സാധനം ഇല്ലേ, മൈനോഡ്സ്, അത് മയന്മാറിൽ നിന്ന് അവരെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന കൊണ്ടുവന്ന. ഇതിവിടെ കോമൺ ആയിട്ട് എല്ലാരും ഇവിടുത്തെ ടീനേജേഴ്സ് ഇവിടെ സ്നാക്ക് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. നമ്മളെ ട്രെയിനിൽ ചന്ന മസാല എന്ന് പറഞ്ഞ് വെക്കുമ്പോ പെട്ടെന്ന് കാണുമ്പോ തോന്നിയത്. പക്ഷെ ഇതിന്റെ ടേസ്റ്റ് ഒക്കെ ഡിഫറെന്റ്. എല്ലാം വെറൈറ്റി ഡിഷസ് ആണ് ഇവിടെ ടോട്ടലായിട്ട് ഉള്ളത്. റൂമിന്റെ ഭാഗത്ത് ഇപ്പൊ സിറ്റി ടവറുള്ള ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ ക്രിസ്മസിന്റെ സമയങ്ങളിൽ നല്ല തിരക്കാണ്, നല്ല ലൈറ്റിംഗ് ഒക്കെ ഉണ്ടാവും. കാരണം ഇവിടെ കൂടുതലായിട്ടും ക്രിസ്തു മതമാണ് ഉള്ളത്. ഈ കാണുന്ന റൂട്ടില്ലേ, ഇത് നേരെ ഗുവാഹട്ടിയിലേക്കുള്ളതാണ്. അതുപോലെ തന്നെ ഇത് നേരെ കോഹിമ, അതുപോലെ തന്നെ ഇതിലൂടെയും നമുക്ക് ദിബ്രുഗഡ് ഭാഗത്തേക്ക് പോവാം. അപ്പോൾ ഇതൊരു മെയിൻ സർക്കിളാണ് ഇവിടുത്തെ. സിറ്റി ടവറൊക്കെ കണ്ട് നമ്മൾ എഡ്രിയലിന്റെ വീട്ടിന്റെ ഭാഗത്ത് നിന്ന് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. അവിടെ ഉണ്ടല്ലോ അമ്മയുണ്ടായിരുന്നു, അച്ഛനുണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക, അമ്മ എന്ന് പറഞ്ഞാൽ ഞാൻ തുടക്കത്തിൽ വീടിൻ്റെ ഭാഗത്ത് പറഞ്ഞല്ലോ, ഇവർ നാഗാലാൻഡ് എന്ന രീതിയിൽ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല കേട്ടോ. അമ്മ നാഗാലാൻഡ് ഭാഗത്താണ്, അതായത് വർത്താനൊക്കെ, അതായത് ഭാഷയൊക്കെ നാഗാമീസ് അല്ലേ, ഭാഷ നാഗാമീസാണ്. അമ്മ നല്ല രീതി, നല്ല മലയാളം കുറച്ചായിട്ട് ഐഡന്റിഫൈ ചെയ്യാനൊക്കെ പറയുന്നതിൽ സംസാരിക്കുന്നുണ്ട്. അച്ഛൻ പ്യുവർ മലയാളം തന്നെയാണ്. അപ്പോൾ ഇവൻ അതിൻ്റെ രീതി, ഇവന് മലയാളം തന്നെ കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ. അപ്പം ഈ നാഗാലാൻഡിൽ നമ്മൾ നേരത്തെ ഈ പട്ടിയിറച്ചിൻ്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ, അതിൻ്റേതായിട്ടുള്ള അവരൊക്കെ പട്ടിയിറച്ചിയൊക്കെ ഭക്ഷിക്കുന്നത് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. എല്ലാ കാര്യങ്ങളും ഈ നാഗാലാൻഡ് ഈ ട്രൈബ്സിൻ്റെ റിലേറ്റഡ് എല്ലാം പറഞ്ഞു തരുന്നുണ്ടായി. അപ്പം ഒരുപാട് സന്തോഷമുണ്ട് കണ്ടുമുട്ടിയതിൽ. പിന്നെ ഇവിടെ ഈ നാഗാമീസിൽ ഭാഷയിൽ ഇപ്പം എനിക്ക് ഭാഷ ശരിക്കും അറിയില്ല, നമ്മൾ കേട്ടിട്ട് പോലും ഇല്ല. നിന്റെ പേരെന്താണെന്ന് എങ്ങനെ ചോദിക്കുക, പറയുക? പല നേരമുണ്ട്, അങ്ങനെയല്ലേ, അങ്ങനെയാണ് വരുന്നത് ഭാഷ. അപ്പം ഈ പറഞ്ഞ പോലെ പല വ്യത്യസ്ത, ഈ നാഗാലാൻഡിൽ വ്യത്യസ്തമായിട്ട് ഭാഷകളുണ്ടല്ലേ, 22 ഭാഷകളുണ്ട്. ഇംഗ്ലീഷാണ് മെയിനായിട്ട്. അതെ, അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പം നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ്. മിക്കവാറും രാത്രി മഴയുടെ ലക്ഷണം, നല്ല കാറ്റ്. അതെ, നല്ല കാറ്റുണ്ട്. അപ്പം ചെറിയായിട്ട് രീതിയിൽ നമ്മൾ നാഗാലാൻഡ് ടൈപ്പിൽ ഫുഡൊക്കെ കഴിച്ചല്ലോ, ഇഷ്ടപ്പെട്ടു, കുഴപ്പമില്ല. അപ്പം പോവാം കേട്ടോ. ഞങ്ങൾ അവിടെ നിന്നൊക്കെ പെട്ടെന്ന് ഞങ്ങൾ എടുത്ത റെയിൽവേ റിട്ടയറിംഗ് റൂമിലേക്ക് വന്നിരിക്കുകയാണ്. ഇത് ചെക്കൗട്ട് ചെയ്യേണ്ട ടൈമായി. അപ്പോൾ ഞങ്ങൾ ഈ റൂം എടുത്തത് 12 മണിക്കൂർ സ്ലോട്ടിലാണ്, അതായത് രാവിലെ 8 മണി മുതൽ ഇന്ന് രാത്രി 8 മണി വരെ. അപ്പോൾ ഈ ഒരു റൂമിന് 475 രൂപയാണായത്. നല്ല അടിപൊളി റൂമാണ്, അതായത് വൃത്തിൻ്റെ കാര്യത്തിലാണ്. ആ ബാത്റൂമൊക്കെ അവിടെയാണ്, അതുപോലെ തന്നെ ടോയ്ലറ്റ് ഇവിടെയാണ്. വെസ്റ്റേൺ ടൈപ്പാണ് ടോയ്ലറ്റ് വരുന്നത്. പിന്നെ ഇവിടെ ബെഡൊക്കെ വരുന്നത് ഇങ്ങനെയാണ്. ഇതാ നമുക്ക് രാത്രിക്ക് കൊതുക് ശല്യം ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാനുള്ള കൊതുക് വലയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാ 2 ഫാനാണ്. ഇതിൻ്റെ അകത്തന്നെ നല്ല തണുപ്പുണ്ട്, അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഇതാ നമുക്ക് പുതക്കാനുള്ള ബ്ലാങ്കറ്റും കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട്. നല്ലൊരു തിരക്കേടില്ലാത്ത ആ ഒരു പൈസക്ക് വെർത്തായിട്ടുള്ളൊരു റൂം തന്നെയാണിത്. ദീമാപൂർ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. രാത്രിയിലുള്ളൊരു കാഴ്ച ഇതാണ്. പിന്നെ ഇവിടുന്ന് തന്നെ കോഹിമയിലേക്ക് നമുക്ക് ടാക്സിക്കെല്ലാം പോകാൻ പറ്റും. അതിനൊക്കെ നല്ലൊരു റേറ്റ് ആവും. പിന്നെ ഈ ഭാഗത്ത്, അതായത് ആ ഇറങ്ങിപ്പോകുന്ന വഴിക്ക് ഒരുപാട് ധാബകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഈ സ്റ്റേഷൻ്റെ അകത്ത്
ഒരു സൗത്ത് ഇന്ത്യൻ ഡിഷ് റെസ്റ്റോറൻറ്റ് ഉണ്ട്, അത് നമുക്ക് കാണാം. ഞങ്ങളിവിടെ 2 വെള്ളം വാങ്ങിക്കാൻ വന്നതാണ്. ഇവിടുന്ന് പെട്ടെന്ന് ഇതാ ചിപ്സ് കണ്ടു. ഈ ചിപ്സിൽ എഴുതുന്നുണ്ട് ഇതാ കേരള സ്നാക്സ് പ്രോഡക്റ്റ് പാലക്കാട്. അപ്പോൾ അവിടെ നിന്ന് ആരോ ഇവിടെ വന്ന് സപ്ലൈ ചെയ്യുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ. ഇതെല്ലാ ബേക്കറിയിലും ഉണ്ട് ഈ ഒരു ചിപ്സ്. നമ്മുടെ കേരള പ്രൊഡക്റ്റ് ആണല്ലോ. നവീൻ ഇവിടുന്ന് വെള്ളം വാങ്ങിക്കുന്നുണ്ട് 2 എണ്ണം. റെസ്റ്റോറൻ്റ് അല്ല, സൗത്ത് ഇന്ത്യൻ ഡിഷസ്, അതായത് ഇഡ്ഡലി ദോശയൊക്കെ കിട്ടുന്ന ചെറിയൊരു കട ഇതാ ഇവിടെ. കൊൽക്കത്തയിലെ ഹൗഡയിൽ നിന്ന് ദിബ്രുഗഡിലേക്ക് പോകുന്ന കാമറൂപ്പ് എക്സ്പ്രസ് ഇവിടത്തേക്ക് വന്നിട്ടുണ്ട്. ഇത് ഓൺ ടൈം തന്നെയാണ്. നാളെ വെളുപ്പിന് ഇത് ദിബ്രുഗഡ് എത്തത്തുള്ളൂ. വിവേക് എക്സ്പ്രസ് ആയിട്ട് റൈഡ് ഷെയറിംഗ് ഉള്ള വണ്ടിയാണ് ഇത്. ഇനി നമ്മളിന്ന് യാത്ര ചെയ്യുന്ന നാഗാലാൻഡ് എക്സ്പ്രസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം. ഈ ട്രെയിൻ ആദ്യമായി ഓടിത്തുടങ്ങിയത് 2011 അന്ന് ഗുവാഹട്ടിന്ന് ഈ ദീമാപൂർ വരെയാണ് ട്രെയിൻ സർവീസ് ഉണ്ടായത്. പിന്നീട് വണ്ടി ദീമാപൂരിൽ നിന്ന് ജൊറാട്ട് ടൗൺ വരെ എക്സ്റ്റെൻഡ് ചെയ്യുണ്ടായി. പിന്നീട് വീണ്ടും 2020 ജൊറാട്ടിൽ നിന്ന് ദിബ്രുഗഡ് ടൗൺ വരെ ട്രെയിൻ എക്സ്റ്റെൻഡ് ചെയ്യുണ്ടായി. ഞങ്ങൾ 2022 ദിബ്രുഗഡൊക്കെ വിസിറ്റ് ചെയ്ത സമയത്ത് ഈ ട്രെയിനിൽ കയറിയിട്ടുണ്ട്. ഒരു ഷോർട്ട് ജേർണി മാത്രം. ദിബ്രുഗഡിൽ നിന്ന് ദിബ്രുഗഡ് ടൗൺ വരെയാണ് അന്ന് യാത്ര ചെയ്തത്. ഇപ്പം നിലവിൽ 2025 ദിബ്രുഗഡ് ടൗൺ എന്ന് പറഞ്ഞൊരു റെയിൽവേ സ്റ്റേഷൻ ഒന്നുമില്ല, അത് ക്ലോസ് ചെയ്തിട്ടാണ് ഉള്ളത്. ദിബ്രുഗഡിൽ ആകെ ഇപ്പോൾ ഒരു റെയിൽവേ സ്റ്റേഷൻ മാത്രമേ ഉള്ളൂ. നമ്മുടെ കന്യാകുമാരി വിവേക് എക്സ്പ്രസ് ഒക്കെ പോകുന്ന ആ മെയിൻ സ്റ്റേഷൻ മാത്രം. നമ്മൾ ആ റെയിൽവേ സ്റ്റേഷൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് ട്രെയിൻ സർവീസ് നടത്തുന്നത്. ഡെയിലി ഉച്ചതിരിഞ്ഞ് 2 മണിക്ക് ദിബ്രുഗഡിൽ നിന്ന് വിടും. പിന്നെ സിപ്സാഗർ, അതായത് ശിവസാഗർ ജൊറാട്ട് ടൗൺ, നമ്മുടെ മറയാണി ജംഗ്ഷൻ വഴിയാണ് ട്രെയിൻ കടന്നു വരുന്നത്. ഇപ്പം ഇവിടെ ഏകദേശം ഒരു രാത്രി ഒരു 10:25 ട്രെയിനിൻ്റെ സമയം കാണിക്കുന്നത്. പക്ഷേ അതിന് മുന്നേ തന്നെ വണ്ടി എത്തും, കാരണം ഈ ട്രെയിനിന് ഒരുപാട് സ്ലാക്ക് ടൈം ഉണ്ട്. പിന്നെ ട്രെയിനിൻ്റെ മറ്റു കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഈ ട്രെയിൻ നമ്മുടെ ഗുവാഹട്ടിയിൽ നിന്ന് മറയാണി ജംഗ്ഷനിലേക്ക് പോകുന്ന ഒരു BG എക്സ്പ്രസ് ആയിട്ട് റൈഡ് ഷെയറിംഗ് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ടൈമിംഗ് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ എന്താ പറയുക ദിഫു ലംഡിംഗ് ഒക്കെ വഴിയാണ് പോകുന്നത്. വെളുപ്പിന് 4 മണിക്ക് ഗുവാഹട്ടി എത്തുമെന്നാണ് പറഞ്ഞത്. ചിലപ്പം അതിന് മുന്നേ നേരത്തെ എത്തും, കാരണം അതിനും ഞാൻ പറഞ്ഞല്ലേ സ്ലാക്ക് ടൈം ഉള്ളതുകൊണ്ട്. ദീമാപൂർ സ്റ്റേഷൻ്റെ കോഡ് DMV എന്നാണ്. ഇവിടെ ആകെ 3 പ്ലാറ്റ്ഫോമുകളാണുള്ളത്. നമ്മുടെ ട്രെയിൻ എന്തായാലും 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് വരിക. ഇവിടെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് സിൽച്ചാർ നഹർലഗോൺ സ്പെഷ്യൽ സിൽച്ചാറിന്ന് ഉച്ചയ്ക്ക് വിട്ട വണ്ടിയാണിത്. ദിബ്രുഗഡ് വഴിയാണ് ഈ ട്രെയിൻ കടന്നു പോകുന്നത്. ട്രെയിൻ നമ്പർ 15670 ദിബ്രുഗഡ് ഗുവാഹട്ടി നാഗാലാൻഡ് എക്സ്പ്രസ് ദീമാപൂർ റെയിൽവേ സ്റ്റേഷൻ്റെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് ഇതാ കടന്നു വരികയാണ്. നമ്മളിതിൻ്റെ സ്ലീപ്പർ ക്ലാസ്സിലാണ് യാത്ര ചെയ്യുന്നത്. S4 ഈ കോച്ചിൽ ഇതിലാണ് ഇന്ന് യാത്ര ചെയ്യുന്നത്. ഇവിടെയൊക്കെ അൺറിസർവ്ഡ് ആണ്. പഴയ ICF നീല ട്രെയിനകത്ത് കയറി നമ്മുടെ സീറ്റ് വരുന്നത് ഒരു അപ്പറും ഒരു മിഡിലും. അപ്പം ഇതാണ് എവിടെ ഞാൻ കിടക്കണ്ടെന്ന്. ഞാൻ അപ്പറിൽ കിടന്നോ, നീ എന്തായാലും മിഡിൽ കിടന്നു. അതേട്ടാ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങിക്കൂടെ. വലിയ തിരക്കേടൊന്നുമില്ല, ട്രെയിനിൽ വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. ഇവിടെ തന്നെ അത്യാവശ്യം ആൾക്കാർ ദീമാപൂരിൽ തന്നെ കയറി. 10:30 ദീമാപൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ട്രെയിൻ എടുത്തിരിക്കുകയാണ്. ഇനി ഈ ട്രെയിനിൻ്റെ അടുത്ത സ്റ്റോപ്പ് ദിഫുലാണ്. അങ്ങനെ നാഗാലാൻഡിൽ നിന്ന് ഇതാ ഞങ്ങൾ ഇറങ്ങിയാണ്. പിന്നെ ഇവിടെയൊക്കെ നല്ല വെള്ളമാണ്. ഈ വാഷ് ഏരിയൻ്റെ ഭാഗത്തെ വൃത്തിയൊന്നും അധികം ഇല്ല. ടോയ്ലറ്റിന്റെ ഭാഗം അങ്ങനെ തന്നെയാണ്. ഇത് ഉച്ചയ്ക്ക് ദിബ്രുഗഡിൽ നിന്ന് വിട്ടല്ലോ വണ്ടി. നാളെ വെളുപ്പിന് 3 മണിയാകുമ്പോൾ ആ ഒരു സമയത്ത് എന്തായാലും വണ്ടി ഗുവാഹട്ടിയിലെത്തും. ഒരു 4 മണിക്കൂർ നേരം മാത്രമേ ഇതിപ്പോ കിടന്നുറങ്ങാനുള്ള ഒരു സമയമുള്ളൂ. അപ്പോൾ ഇന്നത്തെ രാത്രിക്കത്തെ കാഴ്ചകൾ ഇനിയിപ്പോൾ വേറെ ഒന്നും എടുക്കുന്നില്ല. ഇനിയിപ്പോൾ നാളെ രാവിലെ മുതൽ കാണാം. ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ്. സമയം രാവിലെ 3:45 ഗുവാഹട്ടിയിലെത്താനായി. ഞങ്ങളൊരു 3 മണിയാകുമ്പോൾ ഉറങ്ങെഴുന്നേറ്റ്.
ഉറക്കമൊന്നും അധികം ഉണ്ടായില്ല, കാരണം ഉറങ്ങാൻ പറ്റുന്നില്ലല്ലോ. കാരണം നമ്മൾ ഉറങ്ങി എഴുന്നേക്കുന്നുള്ള ഒരു ചെറിയൊരു പേടിയുണ്ട്. അതുകൊണ്ട് നേരത്തെ തന്നെ ഉറങ്ങി എഴുന്നേറ്റ് ട്രെയിൻ ഇപ്പോൾ ഔട്ടറിലാണ് എടുക്കുന്നത്. 1 കിലോമീറ്റർ കൂടെ പോകാനുണ്ട്. ഒരു വണ്ടി വരുന്നുണ്ട്, ഇലക്ട്രിക് ആണ് ലോക്കോമോട്ടീവ് വരുന്നത്. പക്ഷെ എന്നാൽ ഈ റൂട്ടിൽ മുഴുവനും ഡീസൽ എഞ്ചിൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. യാർഡുള്ള ആ ഒരു ഭാഗത്തേക്ക് ഇതാകത്തിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് 1 കിലോമീറ്റർ കൂടെ ഉള്ളൂ സ്റ്റേഷനിലേക്ക്. നല്ല തണുപ്പുണ്ട്. നമുക്ക് ആ ഒരു ജാക്കറ്റൊന്നും ഇല്ലാതെ ശരിക്കും പറഞ്ഞാൽ ഈ ഡോറിൻ്റെ ഭാഗത്തൊന്നും വന്ന് നിൽക്കാൻ പറ്റില്ല. ഈ ഒരു തണുപ്പ് രാവിലെ ഒരു 8-9 മണി വരെ എന്തായാലും ഉണ്ടാവും. ദീമാപൂരിൽ നിന്നും 250 കിലോമീറ്റർ യാത്രയിൽ ട്രെയിൻ ഇതാ ഗുവാഹട്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 4:03 പുലർച്ചെ ഗുവാഹത്തി. ഇവിടെ ഓൾറെഡി ഒരു ട്രെയിൻ ഉണ്ടല്ലോ. ഇത് ജനശതാബ്ദി എക്സ്പ്രസ്സാണ്, ഗുവാഹട്ടി ജൊറാട്ട് ടൗൺ. ഇതാണ് നമ്മൾ വന്ന കോച്ച്. പിന്നെ ആ ഒരു റേക്ക് ഷെയറിംഗ് ഇല്ലേ, ഗുവാഹട്ടി മറിയാണി BG എക്സ്പ്രസിന്റെ, അതിന്റെ ആ ഒരു നമ്പറും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാം. ഇത് 5ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. അതേ അതിൽ വന്ന ആൾക്കാർ മുഴുവൻ ഇത് എവിടെ ഇറങ്ങി ഇതുവഴി നടന്നു പോവുകയാണ്. പിന്നെ ഇവിടേക്ക് ഏതൊക്കെയോ ട്രെയിനൊക്കെ ഉണ്ട്. ഏതോ ഒരു ലോക്കൽ ട്രെയിനാണ്. രാജധാനി, അതായത് തേജസ് രാജധാനി, അത് 1ാം നമ്പർ പ്ലാറ്റ്ഫോമിലുണ്ട്. ദീമാപൂരിൽ നിന്നും ഗുവാഹട്ടി വരെ സ്ലീപ്പർ ക്ലാസ്സിന് ഒരാൾക്ക് വന്ന ടിക്കറ്റ് ചാർജ് 185 രൂപയാണ്. ഈ രാവിലെ ഉറങ്ങിയെഴുന്നേക്കേണ്ടത് കൊണ്ട് തന്നെ ഞങ്ങൾ വലിയ രീതിയിൽ നിന്ന് ഇന്നലെ കിടന്നുറങ്ങിയില്ല. ഒന്നാമത്തെ കാര്യം 1 മണിക്ക് എറിയുക, 2 മണിക്ക് എറിയുക, 3 മണിക്ക് എറിഞ്ഞു അപ്പം തന്നെ ഉറങ്ങിയെഴുന്നേറ്റു. പിന്നെ നമ്മുടെ താഴെ ഒരു ഫാമിലിയാണ് ഉണ്ടായത്. അവരിന്നലെ ഉറങ്ങിയിട്ടേ ഇല്ല. അവരുടെ നല്ല രീതിയിൽ ഒച്ചപ്പാടായിരുന്നു. അപ്പം അങ്ങനെ ആ ഒരു ഇതൊക്കെ കൊണ്ട് ഇന്നത്തെ രാത്രിക്കത്തെ, അതായത് ഉറക്കൊക്കെ കണക്ക് തന്നെയാണ്. ഞങ്ങളിപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ പുറകു ഭാഗത്ത് എത്തിയിരിക്കുകയാണ്, പൾട്ടം ബസാർ ഭാഗം. ഇവിടെയാണ് ഒരുപാട് റൂംസൊക്കെ കിട്ടുക. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഡയറക്റ്റ് ഷില്ലോങ് ഭാഗത്തേക്ക് നമുക്ക് വണ്ടിയൊക്കെ കിട്ടും. കണ്ടാ ഷില്ലോങ് കളിക്കുന്നുണ്ടാ, ടാക്സി കിട്ടും. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ 1ാം നമ്പർ പ്ലാറ്റ്ഫോമിലെ ഭാഗത്ത് അധികം സൗകര്യമില്ല. ഈ ലാസ്റ്റ് ഭാഗമില്ല, അതായത് ഈ പുറകു ഭാഗം, അവിടെയാണ് വരേണ്ടത്. പകലൊക്കെ ഇവിടെ നല്ല തിരക്കാണ്. വെളുപ്പിനായതുകൊണ്ടാണ് കുറച്ച് തിരക്ക് കുറവായിട്ട് തോന്നുന്നത്. ഇപ്പം നേരെ 1ാം നമ്പർ പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗമില്ലേ, നമുക്ക് നേരെ അവിടത്തോട്ട് പോവാം. 3 മാസം മുന്നേ ഞങ്ങളിവിടെ വന്ന സമയത്ത് ഡീസൽ ലോക്കോമോട്ടീവുകളായിരുന്നു ഉണ്ടായത്. ഇപ്പം ഇതാ ഇവിടത്തേക്ക് ഇലക്ട്രിക് ലോക്കോമോട്ടീവുകൾ വന്നു തുടങ്ങി. ഇവിടെ ഒന്നുണ്ട്, ഇതാ ഇതിൻ്റെ നേരെ ഈ ഭാഗത്തും ഇതാ മറ്റൊരെണ്ണം കൂടെ. ഇനി കൂടുതൽ ഇവിടെ വന്നു തുടങ്ങും. ഡീസലിൻ്റെ ഒരു അവസാന കാലഘട്ടം എന്ന് പറയാം. ഇവിടെ രാവിലെ തണുപ്പത്ത് ഓരോരോ ചൂട് ചായ വാങ്ങിച്ചിരിക്കുകയാണ്. ഇവിടെ 1ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ഇതാ അഗർത്തല ആനന്ദി വിഹാർ ടെർമിനസ്, തേജസ് രാജധാനി. നോർത്ത് ഈസ്റ്റിലെ ഏറ്റവും വലിയ നഗരമാണ് ഗുവാഹട്ടി. റെയിൽവേ സ്റ്റേഷൻ്റെ 1ാം നമ്പർ പ്ലാറ്റ്ഫോമുള്ള ഭാഗത്തെ കാഴ്ച ഇതാണ്. ഇവിടെ ഇതാ 4:33. നോർത്ത് ഈസ്റ്റിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനാണ് ഗുവാഹട്ടി. നേരത്തെ പോയ ഭാഗത്തിനെക്കാട്ടും എത്രയോ വൃത്തിയുള്ള കുറച്ചുകൂടെ വലിയ ഭാഗമാണിത്. സ്റ്റേഷൻ്റെ ഇവിടുന്ന് നോക്കിയാൽ തന്നെ ഇതാ ഈ ഭാഗത്തായി ഒരു ലോക്കോമോട്ടീവ് കാണാം. അതിനിതാ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഈ ഭാഗത്തായി പണ്ട് കാലത്ത് ഉപയോഗിച്ച NFൻ്റെ ഒരു ലോക്കോയാണിത്. വളരെ ചെറിയൊരു യാത്രയായിരുന്നു ഇന്ന് ഞങ്ങൾ നടത്തിയത്. നാഗാലാൻഡ് എക്സ്പ്രസിൻ്റെ വലിയ കാഴ്ചകളൊന്നും ഉണ്ടായിരുന്നില്ല. അതിൽ കയറണമെങ്കിൽ ദിബ്രുഗഡിൽ നിന്ന് ഇവിടം വരെ വരണം. എന്നാൽ മാത്രമല്ല നല്ല രീതിയിലുള്ള കാഴ്ചകളൊക്കെ പകർത്താൻ വേണ്ടി സാധിക്കൂ. അതുപോലെ തന്നെ നമ്മുടെ ദീമാപൂരിൽ പരിചയപ്പെട്ട നമ്മുടെ നാഗാലാൻഡ് ആയിട്ടുള്ള ഒരു ഫാമിലിയിലെ, അതായത് നമ്മുടെ എഡ്രിയലിന്റെ ആ ഒരു കുടുംബം. അപ്പൊ അവിടെ അച്ഛനും ഉണ്ടായിരുന്നു, അമ്മയൊക്കെ ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ അമ്മ, ഞാൻ പറഞ്ഞ ഭാഷയൊക്കെ അങ്ങനെയായിരുന്നു, മലയാളമൊക്കെ നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് വീഡിയോന്റെ മുന്നിൽ, അതായത് ക്യാമറേന്റെ മുന്നിൽ വരാൻ വേണ്ടി ഭയങ്കര മടി. ബാക്കി നമ്മുടെ എല്ലാ നാഗാലാൻഡിന്റെ
സംസ്കാരപരമായിട്ടും അവിടുത്തെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിലാണ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ടായത്. പക്ഷെ ക്യാമറക്ക് മുന്നിൽ വരാൻ മാത്രം അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. പിന്നെ നമ്മളെ നിർബന്ധിച്ചില്ല. അതായത് നമ്മുടെ അമ്മക്കായാലും ക്യാമറേന്റെ മുമ്പിൽ വരുമ്പോ ഒരു മടിയൊക്കെ ഉണ്ടല്ലോ. അതെ അതെ. അപ്പൊ എന്താ പറയാ, ഇനിയിപ്പോ ഇവിടുന്ന് ഞങ്ങള് പോകുന്നത് വെസ്റ്റ് ബംഗാളിലേക്കാണ്. അതായത് ഒരു മണിക്കൂർ കഴിഞ്ഞ അവിടെ തന്നെ വണ്ടി ഉണ്ട് അല്ലേ? ശരിക്കും പറഞ്ഞാൽ നാഗാലാൻഡ് എക്സ്പ്രസ് ഇവിടെ 4 മണി ആ ഒരു ചില്ലറ ടൈമിൽ എത്തിയല്ലോ. ഞങ്ങള് വണ്ടി ലേറ്റ് ആയി കഴിഞ്ഞാൽ മിക്കവാറും നമ്മുടെ ഒരു വണ്ടി മിസ്സാവുന്ന പറയാം. പക്ഷെ അതൊന്നുമില്ല, ഓൺ ടൈമിൽ തന്നെ നമ്മുടെ വണ്ടി എത്തിച്ചു. നമ്മുടെ വണ്ടിന് ഇവിടുന്ന് 6:15 ഉള്ളത്. സ്ലീപ്പർ ക്ലാസ് യാത്രയാണ്. അപ്പം ബംഗാളിലേക്കാണ് ഇനി അടുത്ത യാത്ര. അതായത് ആസാമിന്റെ കുറെ ഭാഗങ്ങൾ വഴി സ്ലീപ്പർ ക്ലാസ്സിൽ യാത്ര ചെയ്യാണ്. അതുപോലെ തന്നെ അതിന്റെ കാഴ്ചകൾ ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ, അത് ജനറൽ ആവുമോന്നൊന്നും അറിയത്തില്ല. ഒന്നും അറിയില്ല. ഈ ജഡകളൊക്കെ വന്ന് തിങ്ങി എന്നും പറയുന്നില്ല, നോക്കാം നമുക്ക്. നിങ്ങൾ അടുത്ത ദിവസം കണ്ടുവന്നാല്. അപ്പൊ ഈ ഒരു വീഡിയോയിലേക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പൊ നമുക്ക് മറ്റൊരു മെമ്മറീസ് ബൈ ബൈ.